Oh man. ഗുഡ് മോർണിംഗ്. ഞാനിപ്പം ഇന്തോനേഷ്യയിലെ ബാലി എന്ന സ്ഥലത്താണ്. അവിടുത്തെ ഒരു എയർപോർട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നും ഒരു അടുത്ത ഫ്ലൈറ്റിന് വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ നിന്നും ഏകദേശം ഒരു മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലംബോക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തും. അതൊരു മറ്റൊരു ഐലൻഡാണ്. അവിടെയാണ് മൗണ്ട് റിഞ്ചാനി സ്ഥിതി ചെയ്യുന്നത്. ഞാൻ വളരെയധികം ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന മൗണ്ട് റിഞ്ചാനിയിലേക്കുള്ള യാത്രയിലാണ്. ഓക്കെ. ഇന്തോനേഷ്യയെ പറ്റിയുള്ള പുതിയ ഒരു വീഡിയോ ആണ്. ഇന്തോനേഷ്യയിലെ സെക്കൻഡ് ഹയസ്റ്റ് വോൾക്കാനോയാണ് മൗണ്ട് റിഞ്ചാനി. ഈ മൗണ്ട് റിഞ്ചാനി സ്ഥിതി ചെയ്യുന്നത് ലംബോക്ക് എന്ന് പറയുന്ന ഒരു ഐലൻഡിലാണ്. അപ്പോൾ ഈ മൗണ്ട് റിഞ്ചാനി ഞാൻ നാളെ അതിൻ്റെ മുകളിലേക്ക് കയറാൻ പോവാണ്. അതിൻ്റെ ട്രക്കിംഗ് നാളെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 3000 അതിൻ്റെ കൃത്യമായ മീറ്റർ എന്ന് പറഞ്ഞാൽ 3726 മീറ്ററാണ് ഈ സീ ലെവലിൽ നിന്നും മൗണ്ട് റിഞ്ചാനിയുടെ മേളിൽ നമുക്ക് എത്തുവാനുള്ള ആ ഒരു മീറ്റർ. 3726 മീറ്റർ, ഒരു 12222 അടി മേളിലാണ് മൗണ്ട് റിഞ്ചാനി സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ടേക്ക് നമുക്ക് ട്രക്ക് ചെയ്യണമെങ്കിൽ ഏകദേശം 3 ദിവസം വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ദിവസം ആണ് ഈ ഒരു ഹോൾ ട്രക്കിങ്, ഈ ഒരു പ്രോഗ്രാം, ഈ ട്രക്കിംഗ് പ്രോഗ്രാം നടക്കുന്നത്. അങ്ങോട്ടേക്ക് ഞാൻ നാളെ രാവിലെ ട്രക്ക് ചെയ്യാൻ പോവുകയാണ്. ഒരു ടീമുണ്ട് എൻ്റെ കൂടെ. എനിക്ക് തോന്നുന്നു 6 പേരാണെന്ന് തോന്നുന്നു. ഞാൻ മാത്രമാണ് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ. ബാക്കിയുള്ളവരൊക്കെ യൂറോപ്പിൽ നിന്നും വന്നിരിക്കുന്ന ട്രക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നാളെ ഈ മൗണ്ട് റിഞ്ചാനി അങ്ങോട്ട് കയറാൻ പോവുകയാണ്. ഇനി ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്താണ് ഉൾക്കൊള്ളിക്കുന്നത് എന്ന് ഞാൻ പറയാം. പ്രധാനമായും മൗണ്ട് റിഞ്ചാനി കയറുന്നതിന് മുമ്പുള്ള ഒരു പ്രിപ്പറേഷനാണ്. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയുന്നു. നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഇന്ത്യ ഹൈക്സ്, നിങ്ങൾ ഗൂഗിളിലൊക്കെ ചെന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ ഹൈക്സ് എന്ന് പറഞ്ഞൊരു ഏറ്റവും വളരെ പോപ്പുലറായൊരു ഹൈക്കിംഗ് ഒരു ഏജൻസി ഉണ്ട്. അവർ ഈ മൗണ്ട് റിഞ്ചാനി ഹൈക്ക് അവർ നടത്തുന്നുണ്ട് വർഷാവർഷം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനോട് താല്പര്യമുണ്ടെങ്കിൽ ഈ ഇന്ത്യ ഹൈക്സിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇന്ത്യയിൽ നിന്നും ഈ ഇന്തോനേഷ്യയിൽ വന്ന്, ഇന്തോനേഷ്യയിലെ ലംബോക്കിൽ വന്ന് അവിടെ നിന്ന് ഈ മൗണ്ട് റിഞ്ചാനി ട്രക്കിങ് അവർ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം അല്ലെങ്കിൽ ഒരുപാട് ഏജൻസികൾ ഈ ഇന്തോനേഷ്യയിൽ ഈ ഒരു ഹൈക്കിംഗ് നടത്തുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇതിന് മുൻപുള്ള 2 വീഡിയോ ഞാൻ ഇന്തോനേഷ്യയെ പറ്റി ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. ഇന്തോനേഷ്യയിൽ ഞാൻ വന്നിരിക്കുന്നത് ഇന്തോനേഷ്യ വന്ന് ഇവിടുത്തെ കുറേ ആക്ടിവിറ്റീസ് അങ്ങനെ പങ്കെടുക്കാനെന്നുള്ള എൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ മൗണ്ട് റിഞ്ചാനി ഹൈക്ക് ചെയ്യുക അല്ലെങ്കിൽ അങ്ങോട്ടേക്കുള്ള ട്രക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ ബാലിയിൽ നിന്നും, ഇതിന് മുമ്പുള്ള 2 വീഡിയോ നിങ്ങൾ കണ്ടു കാണാം. ഞാൻ പെങ്കിലിപുരം എന്ന് പറയുന്ന ഇന്തോനേഷ്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ളൊരു വില്ലേജിൽ ഞാൻ പോയിരുന്നു. അവിടെ പോയി ആ വില്ലേജ് കണ്ടു. വളരെ മനോഹരമായൊരു വില്ലേജ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബാലിയിൽ വന്ന് ഇന്ന് രാവിലെ ഞാൻ ബാലിയിൽ നിന്നും ഒരു മണിക്കൂറേ ഉള്ളൂ ഈ ലംബോക്ക് എന്ന് പറയുന്ന ഒരു ഐലൻഡാണ്. ലംബോക്ക് എന്ന് പറഞ്ഞൊരു വലിയൊരു ഐലൻഡാണ്. ഏകദേശം ഒരു 38 ലക്ഷം ആൾക്കാർ ഈ ലംബോക്ക് എന്ന് പറയുന്ന ഈ ഒരു ഐലൻഡിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഐലൻഡിൽ വന്നു 1 മണിക്കൂർ യാത്ര. അതിരാവിലെ ഞാൻ ബാലിയിലെ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്നും യാത്ര ആരംഭിച്ചു. ആകാശ കാഴ്ചകളൊക്കെ ഭയങ്കര മനോഹരമാണ്. നമ്മൾ ഈ ഫ്ലൈറ്റൊക്കെ കയറി, ഒരു ചെറിയ ഒരു ഫ്ലൈറ്റാണ്. ആ ഒരു ഫ്ലൈറ്റിൽ കയറി, വിങ്സ് എയർലൈൻസ് ആയിരുന്നു. അതിൽ കയറി ഞാൻ നേരെ ലംബോക്കിലേക്ക് യാത്ര തിരിച്ചു. ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ഇന്തോനേഷ്യ ഭയങ്കര ഭംഗിയാണ്. ഞാൻ ഈ ബാലിനെ അങ്ങനെ ഭംഗി എന്നൊന്നും ഞാൻ പറയത്തില്ല. ബാലിയൊക്കെ ഭയങ്കര
ഇവിടെ നോക്കിയാലും ഭയങ്കര ട്രാഫിക്കും ഭയങ്കര കാര്യങ്ങളും. പക്ഷേ ലംബോക്കിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ഥിതി ആകെ മാറി. ഭയങ്കര കൂൾ, എവിടെ നോക്കിയാലും ഭയങ്കര ഗ്രീനറി, അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ഈ ഒരു ലംബോക്ക് എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ 1 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞാൻ ബാലിയിൽ നിന്നും 1 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ലംബോക്കിൽ ഇറങ്ങിയത് ഒരു ചെറിയ ഒരു എയർപോർട്ടാണ് ലംബോക്ക്. നമ്മൾ എയർപോർട്ടിൻ്റെ അകത്തേക്ക് വരുമ്പോഴത്തേനും അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ നല്ല ചെറിയ എയർപോർട്ടാണെങ്കിലും അത്യാവശ്യം ഭംഗിയുള്ള എയർപോർട്ടാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങോട്ടേക്ക് ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ അവിടുന്ന് സിമ്മ് മേടിക്കാം. സിമ്മൊക്കെ പിടിച്ചുകൊണ്ട് ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പിലേക്ക് വരുമ്പോഴത്തേനും അവിടെ ലോംബോക്ക് എന്നെഴുതിയ ഒരു വലിയ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഭയങ്കര ഭംഗിയാണ്. അവിടെ നിന്ന് ഒത്തിരി ആൾക്കാർ വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ആദ്യമായിട്ട് ലംബോക്കിൽ വരുന്നവരൊക്കെ അങ്ങനെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം, അവിടെ ഒരു ട്രക്കിങ്ങിന് വേണ്ടി ആവശ്യമായ സാധനങ്ങളൊക്കെ വിൽക്കുന്നൊരു കടയുണ്ട്. അവിടെ ഞാൻ നോക്കിയപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ട്രക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങോട്ട് അവിടെ വന്ന് ഇറങ്ങുന്ന കുറേ ആൾക്കാർ. അതിൽ കുറച്ച് ആൾക്കാരൊക്കെ നിങ്ങൾ റിഞ്ചാനി കയറാൻ പോകണം. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ റിഞ്ചാനി കയറാൻ പോവുകയാണ്. അങ്ങനെ അവരൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ഈ ടൂറ് അല്ലെങ്കിൽ ഈ ഒരു ട്രക്കിംഗ് ബുക്ക് ചെയ്ത കമ്പനി എനിക്കൊരു ക്യാബ് അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ക്യാബുകാരനെ കണ്ടു. വളരെ നല്ലൊരു മനുഷ്യൻ. പൊതുവെ ഇന്തോനേഷ്യക്കാരൊക്കെ വളരെ പാവങ്ങളാണ്, അതെനിക്കറിയാം. അപ്പോൾ അദ്ദേഹവുമായിട്ട് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. പിന്നെ ഞാൻ കണ്ടത് ഈ വളരെ മനോഹരമായ വഴികൾ, തിരക്കില്ലാത്ത വഴി, ഒത്തിരി മരങ്ങളുള്ള വഴി. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം വെച്ചാൽ ഞാൻ ഈ ബാലിയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ബാലിയിൽ ഭയങ്കര ട്രാഫിക്ക്, അതെനിക്ക് ഓർക്കാൻ വയ്യ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ യാത്ര ആരംഭിച്ചു. ആദ്യം ഞങ്ങൾ കുറേ സഞ്ചരിച്ച് ആദ്യം ഞങ്ങൾ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പേ എനിക്ക് മണി എക്സ്ചേഞ്ച് ഒക്കെ ചെയ്തു. ഇങ്ങോട്ടേക്ക് വരേണ്ട, ഈ ട്രക്കിംഗ് കമ്പനിക്കാർ പറഞ്ഞിട്ടുണ്ട് ഇവരിവിടെ ക്രെഡിറ്റ് കാർഡൊന്നും എടുക്കത്തില്ല. അപ്പോൾ നമ്മൾക്ക് അവർക്ക് അടയ്ക്കുവാനുള്ള പൈസ നിങ്ങൾ പണമായിട്ട് കൊണ്ടുവരണം, ഇന്തോനേഷ്യൻ റുപ്പിയായിട്ട് കൊണ്ടുവരണം. അങ്ങനെ ഞാനത് എടുത്തു. $236 ഈ ഒരു ട്രക്കിങ്ങിന് വേണ്ടത്. അതായത് 2 നൈറ്റും പിന്നെ മൊത്തം ഒരു 4 ദിവസം നമുക്ക് ഇതിന് വേണ്ടി വരും. 2 നൈറ്റ് നമ്മൾ അങ്ങ് റിഞ്ചാനിയിലേക്ക് കയറുമ്പോൾ ഉള്ള ട്രക്കിംഗ് ഉള്ള സ്പേസിൽ നമ്മൾ ടെൻറ്റിലൊക്കെ കിടന്നാണ് നമ്മൾ ഈ സമ്മിറ്റിലെത്തി തിരിച്ച് വന്ന് ഒരു ദിവസം ഒരു വേറെ സ്ഥലത്ത് ടെൻ്റ് അടിച്ച് താമസിച്ച് അങ്ങനെയാണ് നമ്മളിങ്ങോട്ട് പോരുന്നത്. അങ്ങനെ ഞാൻ അതിനു വേണ്ടിയുള്ള പണമൊക്കെ എടുത്തു. പിന്നെ ഇവിടെ ഇന്നത്തേക്ക് വേണ്ടിയുള്ള പൈസയൊക്കെ എടുത്തു. കൂടുതൽ പൈസ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം കൃത്യമായ പൈസ എടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ പൈസ കൂടുതലായാലും നമുക്കത് തിരിച്ചു പോകുമ്പോൾ നമുക്ക് മാറുവാനൊക്കെ ഭയങ്കര പാടാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു. അങ്ങനെ കുറച്ച് നേരം സഞ്ചരിച്ച് ഞങ്ങളിങ്ങനെ പോന്നു കഴിഞ്ഞപ്പോഴത്തേനും മറ്റാറാം എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലം. അതൊക്കെ ഞാൻ വീഡിയോയിലെടുത്തു. അങ്ങനെ ഞങ്ങളിങ്ങനെ പോകുന്നപ്പോൾ ഈ ലംബോക്ക് എന്ന് പറയുന്ന ഈ ഒരു ഐലൻഡ് ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം ഒരു 38 ലക്ഷം ആൾക്കാരുണ്ട്. ഇത് 87% മുസ്ലിം പോപ്പുലേഷനാണ് ഇവിടെ ഉള്ളത്. അതേപോലെ തന്നെ എവിടെ നോക്കിയാലും നമുക്ക് മനോഹരമായ മസ്ജിദുകൾ കാണാം. ഭയങ്കര ഭംഗിയാണ്. ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്ര ആരംഭിച്ചു. കുറേ സഞ്ചരിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊരു മങ്കി ഫോറസ്റ്റിൻ്റെ അതിലെയാണ് വണ്ടി പോരുന്നത്. ഈ മങ്കി ഫോറസ്റ്റിൻ്റെ അതിലെ പോന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വഴിയരികിലൊക്കെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെയുള്ള വഴി എന്ന് പറഞ്ഞത് ഇങ്ങനെ വളരെ ചെങ്കുത്തായ ഇറക്കമാണ്. ഇപ്പോൾ ഈ ലംബോക്കിൽ നിന്നും ഈ മൗണ്ട് റിഞ്ചാനി ഇരിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഏകദേശം 3 മണിക്കൂറോളം കാറിൽ പോകണം. അങ്ങനെ ആ ചെങ്കുത്തായ ഇറക്കം അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. കാരണം അടിപൊളി ഗ്രീനറിയാണ്, ഇട്ടതൂർന്ന് നിൽക്കുന്ന വനം, അതിൻ്റെ അകത്തോടെയുള്ള വഴികളാണ്. അങ്ങനെ ഞങ്ങൾ കുറേ സമയം സഞ്ചരിച്ചു. നല്ല ഭംഗി, ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ബാലിയിൽ നിന്ന് വന്ന ആ ഒരു വീർപ്പുമുട്ടൽ എനിക്കുണ്ടായിരുന്നു. തിരക്കുകളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇവിടെ എത്തി. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം സഞ്ചരിച്ചപ്പോൾ എൻ്റെ ഡ്രൈവർ പറഞ്ഞു, നമ്മുടെ കൂടെ ഒരു 2 ഈ ട്രക്കിങ്ങിന് ജോയിൻ ചെയ്യുന്നവരും കൂടെ കയറുന്നുണ്ട്. ഒരു പോർട്ടുണ്ട് അവിടെ. പോർട്ടിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ ആ പോർട്ട് അവിടെ നിന്ന് നമുക്ക് 2 പേരെ കൊണ്ട് എടുക്കണം. അങ്ങനെ ഞങ്ങൾ ആ പോർട്ടിൽ എത്തി. പോർട്ട് എന്ന് പറയുമ്പോൾ അത് ബാലിയിൽ നിന്നും ഇങ്ങോട്ട് വരുവാൻ ഒന്നെങ്കിൽ ഫ്ലൈറ്റിന് വരാം, അല്ലെങ്കിൽ നമുക്ക് ഈ പോർട്ട് വഴി വരാം. അങ്ങനെ ഈ പോർട്ടിൽ 2 പേര് ഞങ്ങൾക്ക് വേണ്ടി കാത്തുനിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച്
ലേറ്റായിട്ടാണ് ചെന്നത്. പക്ഷേ ഡ്രൈവർ പറഞ്ഞു സോറി ഞങ്ങൾ ലേറ്റായി. പക്ഷേ അവർ പറഞ്ഞു നോ പ്രോബ്ലം. അവർക്കൊന്നും അതൊരു പ്രശ്നമേ അല്ല. അവർ ഞങ്ങളുടെ കൂടെ കയറി. അവർ സ്കോട്ട്ലൻഡുകാരാണ്, ഒരു കപ്പിളാണ്, സ്കോട്ട്ലൻഡ് കപ്പിൾ. ഞാൻ അദ്ദേഹത്തിനോട് എന്താണ് പരിപാടി? പുള്ളി പറഞ്ഞു ഞാൻ മ്യൂസീഷ്യനാണ്. ഓ, ഭയങ്കര പ്രൗഡായിട്ട് അദ്ദേഹം പറയുന്നു. നമ്മുടെയൊക്കെ നാട്ടിൽ ചോദിച്ചാൽ എന്താ പരിപാടി? ഞാൻ ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണെന്നൊക്കെ പറയണ പോലെ ഞാൻ മ്യൂസീഷ്യനാണെന്ന് വളരെ അഭിമാനത്തോടുകൂടി പറഞ്ഞ ഒരു കപ്പിൾ. പിന്നെ വേറൊരു കുട്ടി സ്റ്റുഡൻ്റാണ്. അവർ 3 മാസമായിട്ട് ട്രാവലിലാണ്. അവർ സൗത്ത് ഈസ്റ്റ് ഏഷ്യ മൊത്തം ട്രാവൽ ചെയ്യുകയാണ്. അങ്ങനെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ. അതിനു മുമ്പ് വേറൊരു കഥ കൂടി ഞാൻ പറയാം. ഞാൻ എൻ്റെ രാവിലെ ബാലിയിൽ നിന്നും ഇറങ്ങി എൻ്റെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെ ഒരു വ്യക്തിയും കൂടിയുണ്ട്. ഒരു എൻ്റെ ഹോട്ടലിൽ തന്നെ താമസിക്കുന്നത് ഞാൻ അന്നേരം പരിചയപ്പെട്ട ഒരു ഇറ്റലിക്കാരൻ. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനും കൂടി വന്നോട്ടെ എയർപോർട്ടിലേക്ക്. ഞാൻ പറഞ്ഞു കയറിക്കോളം പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ അവൻ്റെ കയ്യിൽ പൈസയുണ്ട്, പക്ഷേ അതെല്ലാം വലിയ നോട്ടുകളാണ്, എൻ്റെ കയ്യിൽ ചേഞ്ച് ഇല്ല. ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ കൊടുത്തോളാം. അപ്പോൾ അവന് ഭയങ്കര സന്തോഷം. അപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് ലോകത്തിൻ്റെ എവിടെയെങ്കിലും വെച്ച് കാണാം. അങ്ങനെ അതാണ് ഈ യാത്രയുടെയൊക്കെ ഒരു സുഖം. നമ്മൾ യാത്ര ചെയ്യുമ്പം കുറേ പേരെയൊക്കെ വഴിയിലൊക്കെ വെച്ച് കാണും. അവർ നമ്മുടെ ഇൻസ്റ്റാ ഐ ഡി ഒക്കെ ചോദിക്കും. അവർ പറയും നമുക്ക് ലോകത്തിൻ്റെ എവിടെയെങ്കിലും വെച്ച് കാണാം. ചിലപ്പോൾ കാണുമായിരിക്കും. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ യാത്ര. അപ്പം നമ്മൾ ഈ പറഞ്ഞ 2 സ്കോട്ട്ലൻഡ് അങ്ങനെയാണോ പറഞ്ഞത്, അവരും കൂടി എൻ്റെ കൂടെ കയറി. ഞങ്ങളിങ്ങനെ പിന്നെയും കുറേ യാത്ര തുടർന്നു. പിന്നെ യാത്ര മുമ്പോട്ടേക്ക് പോകും തോറും വളരെ ഭംഗിയുള്ള കോസ്റ്റൽ ഏരിയ ആണ്. അന്നേരമൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ നമ്മുടെ ഒരു കോസ്റ്റൽ ഏരിയയിൽ കൂടി പോകുന്ന ഒരു പ്രത്യേക ഫീല് എനിക്ക് തോന്നി. എക്സാക്ട്ലി നമ്മുടെ കേരളം പോലെ തന്നെയാണല്ലോ. ഒത്തിരി ഇടതൂർന്ന് നിൽക്കുന്ന ഈ തെങ്ങും അങ്ങനത്തെ ഒരു അടിപൊളി സ്ഥലം. അതിൽ കൂടി പിന്നെ ഡ്രൈവറും അയാൾക്ക് വലിയ ഇംഗ്ലീഷൊന്നും അറിയില്ല. അയാളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ പറയും. ഞാൻ ചിലതൊക്കെ ഞാൻ ഓക്കെ എന്നൊക്കെ പറയും. അങ്ങനെ ഞങ്ങളിങ്ങനെ യാത്ര തിരിഞ്ഞ് ഈ കൂടെ വന്ന സ്കോട്ട്ലൻഡുകാരിൽ പണമില്ലായിരുന്നു. അപ്പോൾ അവർ പല ATM കയറുന്നുണ്ട്. കാരണം ഇവിടെ അവർക്ക് പണമായിട്ട് വേണം കൊടുക്കാൻ. അവരൊരു 3 ATM കയറി. കാരണം ഒത്തിരി റിമോട്ട് ഏരിയ ആണിത്. അപ്പോൾ എങ്ങൊന്നും പൈസ ഒന്നും കിട്ടില്ല. അവരിവിടെ വന്നപ്പോൾ അവരോട് പറഞ്ഞു അവർക്ക് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. അങ്ങനെ ഞങ്ങൾ ഒരു 3 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഞങ്ങൾ ഈ റിഞ്ചാനിയുടെ ഒരു ബേസിൽ ഞങ്ങളെത്തി. റിഞ്ചാനിയുടെ ബേസിലെത്തി. ഇവിടെ വന്ന് എനിക്കൊരു മുറി, ഒരു ചെറിയൊരു വീട്, കുട്ടി വീട് അത് കിട്ടി. ബാക്കിയുള്ള വീടുകളൊക്കെ കുറച്ചുകൂടെ ബെറ്ററാണ്. കപ്പിളായിട്ട് വരുന്നവർക്കൊക്കെ വലിയ റൂമുകളൊക്കെ എടുക്കാം. അങ്ങനെ ഞാനിവിടെ വന്നു. എൻ്റെ ലഗേജൊക്കെ ലഗേജ് വെച്ചൊന്ന് നല്ലവണ്ണം കുളിച്ച് റെഡിയായി. ഞാൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. എനിക്കറിയാം ഞാൻ പോകുന്ന വരുന്ന വഴിയിൽ ഞാനൊരു നല്ല റൈസ് ടെറേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെൽപ്പാടം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഈ മലനിരകളിലൊക്കെ അവരിങ്ങനെ നെൽകൃഷി ചെയ്യും. ഇങ്ങനെ ഉയർന്നിരുന്ന പ്രദേശത്തൊക്കെ. നമ്മുടെ നാട്ടിൽ നെൽകൃഷി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടത്തിലും വയലിലൊക്കെയല്ലേ ചെയ്യണം. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഉയർന്നു നിൽക്കുന്ന പ്രദേശങ്ങളൊക്കെ അവർ ചെത്തി ലെവലാക്കി അവിടെ നെൽകൃഷി ചെയ്യും. അങ്ങനെ പറഞ്ഞാൽ ഞാൻ കണ്ടിരുന്നു. ഞാൻ തിരിച്ചിവിടെ വന്നിട്ട് വീണ്ടും ഞാൻ അങ്ങോട്ടേക്ക് നടന്നു. ഈ പോകുന്ന വഴികളിലൊക്കെ ഇവിടുത്തെ ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് വന്നു. ഞാൻ അവരോടൊക്കെ ചോദിച്ചു ഫോട്ടോയൊക്കെ എടുത്തോട്ടെ. അവർ പറഞ്ഞു എടുത്തു, ഒരു കുഴപ്പമില്ല. അവരിങ്ങനെ പോസ് ചെയ്യും. അങ്ങനെ പലരുടെയും ഫോട്ടോയൊക്കെ എടുത്ത് ഞാനിങ്ങനെ ഈ ഒരു ടെറേസിൻ്റെ അവിടെ ചെന്ന് അതിൻ്റെ ഈ ഒരു ഡ്രോൺ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡ്രോൺ ഞാൻ അവിടെ നിന്നും ഷൂട്ട് ചെയ്തതാണ്. അവിടെ കൊണ്ടുവച്ച് ഞാനിങ്ങനെ ഡ്രോൺ ഓണാക്കി ഇങ്ങനെ വിട്ടു. അന്നേരത്തിനും അവിടെ ഉള്ളവരൊക്കെ, അവിടെ കുട്ടികളൊക്കെ ഇങ്ങനെ അവരൊക്കെ എനിക്ക് തന്നെ ഡ്രോൺ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്കറിയില്ല. തിരിച്ച് ഞാനിവിടെ വന്ന് ഒരു കോഫി, ഇവിടുന്ന് ഒരു കോഫി പറഞ്ഞു. കോഫിയുടെ കളർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിശയിച്ച് പോകും. നമ്മുടെ ഈ കഷായത്തിൻ്റെ ഒരു കളർ പോലത്തെ ഒരു കോഫിയാണ്. ഞാനൊരു 1/4 കപ്പേ കുടിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ കുടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് കയ്പ്പാണ്. ഒരു ഷുഗർ ഇട്ടിട്ടും കയ്പ്പുണ്ട്. അങ്ങനെ അതൊക്കെ കുടിച്ച് ഞാനിങ്ങനെ ഈ വീടുകളൊക്കെ മനോഹരമായ വീടുകളാണ്. ഇങ്ങനെ ഓരോ തട്ടായിട്ട് തിരിച്ചിട്ട് ഇവിടെ വീടുകളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഓരോ വീടുകളിലും 4 ട്രക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇനി ട്രക്കിങ്ങിൻ്റെ കുറച്ച് ഇൻഫർമേഷൻസ് പറയാം. ട്രക്കിംഗ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, 2 നൈറ്റും 2 പകലും. നാളെ രാവിലെ 6:30 ഞങ്ങൾ യാത്ര തിരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു മാപ്പ്, ഈ ഒരു മാപ്പിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ലൊക്കേഷൻ ഇതാണ്. ഇവിടെ ഒരു മെഡിക്കൽ ചെക്കപ്പൊക്കെ ഉണ്ട്. മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞ് ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വിവരണം അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തന്നിരുന്നു. ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ മെഡിക്കൽ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് അവിടുന്ന് നേരെ പിന്നെ ഹൈക്കിംഗ് ആരംഭിക്കുകയാണ്. ഹൈക്ക് ചെയ്ത് ആദ്യത്തെ പോയിന്റിൽ നമ്മൾ ഒരു 6 മണിക്കൂർ കണ്ടിന്യൂസ് ഹൈക്ക് ചെയ്ത് കഴിയുമ്പോൾ
അതിൻ്റെ ഇടയ്ക്ക് ലഞ്ചൊക്കെ കഴിക്കും. അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു സ്ഥലത്ത് താമസിക്കും. ഒരു മനോഹരമായ ഒരു വലിയ തടാകമാണത്. മനോഹരമായ തടാകം, അതായത് സമുദ്രനിരപ്പിൽ നിന്നും 2000 അടി മുകളിൽ ഒരു തടാകം, 2000 മീറ്റർ മുകളിലൊരു തടാകം. ആ തടാകത്തിൻ്റെ സൈഡിൽ ഞങ്ങൾ ക്യാമ്പ് ചെയ്തിട്ട് പിറ്റേ ദിവസം അതിരാവിലെ 2:30 ഞങ്ങൾ എണീറ്റ് വീണ്ടും നടന്ന് ഈ മൗണ്ട് റിഞ്ചാനിയുടെ മേളിൽ ചെന്ന് നമ്മൾ വെളുപ്പിനോടുകൂടി മേളിൽ ചെല്ലും. അവിടുത്തെ സൂര്യോദയം കാണും. തിരിച്ചിറങ്ങിയിട്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിട്ട് അവിടുന്ന് ഒരു വനത്തിലൂടെയൊക്കെ നടന്ന് ഇറങ്ങി ഇവിടെ വരുന്നു. അങ്ങനെ അത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ട്രക്കിംഗ് ആണ്. നമ്മുടെ ഇവിടെ പോട്ടർമാരൊക്കെ ഉണ്ട്. അവർക്ക് നമ്മൾ ലഗേജ് കൊടുക്കണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കണം. ഞാൻ എടുക്കാമെന്ന് തന്നെ വിചാരിച്ചു. കാരണം അതൊരു പ്രാക്ടീസ് ആവും. പിന്നെ ഞാൻ 2 ആഴ്ച കഴിഞ്ഞ് മൗണ്ട് എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആവും. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ മൗണ്ട് റിഞ്ചാനിക്ക് നമ്മൾ ട്രെക്ക് ചെയ്യുമ്പോൾ വേണ്ട സാധനങ്ങളുടെ ഒരു ലിസ്റ്റാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൗണ്ട് റിഞ്ചാനിക്ക് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം, എന്തൊക്കെ ഗാഡ്ജറ്റ്സുകൾ നമ്മുടെ കയ്യിൽ വേണം, ഷൂ വേണം, അങ്ങനെ പല സാധനങ്ങളാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഒത്തിരി വലിയ ബാഗൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മൾ തന്നെ ചുമക്കണം. നമുക്ക് ഏറ്റവും കുറച്ച് ഉള്ള സാധനങ്ങളുമായിട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. കൂടുതൽ സാധനങ്ങളുണ്ടെങ്കിൽ ഇവിടെ പോട്ടർമാരുണ്ട്, പക്ഷെ അവർക്ക് നമുക്ക് എക്സ്ട്രാ പേ കൊടുക്കണം. എന്തായാലും ഞാൻ വളരെ കുറച്ച് സാധനങ്ങളുമായിട്ടാണ് പോകുന്നത്. എങ്ങനെ കളിച്ചാലും ഒരു 6-7 കിലോ ഉണ്ടാവും. അപ്പോൾ അതുമായിട്ട് വേണം പോകാൻ. അപ്പം ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് വേണം. ഈ സാധനങ്ങൾ തന്നെയായിരിക്കും, ഈ ഐറ്റംസ് തന്നെയായിരിക്കും ഞാൻ പിന്നെ കുറച്ച് സാധനങ്ങളുടെ എക്സ്ട്രാ മേടിച്ച് അതൊക്കെ തന്നെയായിരിക്കും അടുത്ത എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ടും ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഇവനാണ് ട്രക്കിംഗ് ഷൂ. കണ്ടില്ലേ, ഇവനാണ് ട്രക്കിംഗ് ഷൂ. ഇതിൻ്റെ സോളൊക്കെ നല്ല നിൽക്കുന്ന, പിന്നെ നമ്മുടെ ആംഗിൾ സപ്പോർട്ടൊക്കെ ഉള്ള ഒരു ഷൂ ആണെങ്കിൽ വളരെ നന്നായിരിക്കും. Quest 4 എന്നും പറഞ്ഞ ഒരു ബ്രാൻഡാണ്. ഇത് വെച്ച് ഞാൻ കുറച്ച് ട്രക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സംഭവം നല്ല കംഫർട്ടാണ്. ഓക്കെ, അത് ട്രക്കിംഗ് ഷൂ. പിന്നെ അടുത്തത് ഞാൻ കാണിക്കേണ്ടത് നമ്മുടെ ഈ ഒരു ചെറിയൊരു ടവലാണ്. ഇതൊരു ചെറിയൊരു ടവല്, വളരെ ചെറിയൊരു ടവലാണ്, ഒട്ടും കനമില്ലാത്ത ടവല്. ക്വിക്ക് ഡ്രൈ ടവലാണിത്, ക്വിക്ക് ഡ്രൈ. ഓക്കെ, പിന്നെ വേണ്ടത് തെർമലാണ്. ഇത് രണ്ടും തെർമൽ വെയേഴ്സാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ചെറിയൊരു പാൻറ്റും ഇതതിൻ്റെ ഒരു ടീഷർട്ടും. ഇത് രണ്ടും തെർമലാണ്, നമുക്ക് വാമായിട്ടിരിക്കാം. രണ്ടാമത്തെ സാധനം. പിന്നെ ഇതൊരു എക്സ്ട്രാ ടീഷർട്ട് ഉണ്ട്, ഇതുപോലെ തോർന്നോടുണ്ട് കേട്ടോ, എക്സ്ട്രാ ടീഷർട്ട്. പിന്നെ ഇതൊരു ചെറിയൊരു ജാക്കറ്റ്, ഇന്നർ ജാക്കറ്റ്. ആദ്യം നമ്മൾ ആ തെർമലിടും. തെർമലിൻ്റെ നാളെ അതിടേണ്ട ആവശ്യമില്ല, കുറച്ചൊരു മേളിലേക്ക് എത്തുമ്പോഴാണ്. ആദ്യം ഒരു തെർമലിടും, അത് കഴിഞ്ഞ് ടീഷർട്ട് ഇടും, അത് കഴിഞ്ഞ് ഈ ഒരു ജാക്കറ്റ് ഇടും, അത് കഴിഞ്ഞ് അതിൻ്റെ മേളിൽ ഒരു ജാക്കറ്റോടെ ഉണ്ട്. ഇതൊരു കാത്മണ്ഡുവിൻ്റെ ഒരു നല്ലൊരു ജാക്കറ്റാണ്. ഈ ഒരു ജാക്കറ്റ് അതിൻ്റെ മേളിലേക്ക്. അതാണ് ഇതിൻ്റെ ഡ്രസ്സ്. പിന്നെ ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും എടുക്കണം. കാരണം മഴ പെയ്യും ചാൻസ് ഉണ്ട്, നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ മഴ പെയ്യുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനത്തെ ഒരു ചെറിയ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു റെയിൻകോട്ട്. ഓക്കെ, റെയിൻകോട്ട്. പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഐറ്റമാണ് നമ്മുടെ പാൻറ്റ്. ഈ ട്രക്കിംഗ് പാൻറ്റാണ്, കാത്മണ്ഡുവിൻ്റെ ഒരു ട്രക്കിംഗ് പാൻറ്റാണ്. വളരെ കംഫർട്ടാണ്, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് സൈഡിലൊക്കെ കുറേ പോക്കറ്റൊക്കെ ഉണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇടാം, കുത്തി നടക്കാൻ. ചെറിയ ട്രക്കിംഗ് പോള, ഇത് വെച്ച് ഞാൻ ട്രക്ക് ചെയ്തിട്ടുണ്ട്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്കിങ്ങനെ ഈസി ആയിട്ട് അസംബിൾ ചെയ്തിട്ട് കുത്തി നടക്കും. ട്രക്കിംഗ് പോള് ഇത് ആമസോണിൽ കിട്ടും. ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് ട്രക്കോളജി, ഇതാണ് ഇതിൻ്റെ പേര്. പിന്നെ അടുത്ത സാധനം ലൈറ്റ്, കണ്ടില്ലേ ലൈറ്റ്. കാരണം നമ്മൾ ആദ്യത്തെ ദിവസം നൈറ്റിൽ നമ്മൾ താമസിച്ചിട്ട് രാവിലെ 2:30 ട്രക്ക് പോകേണ്ടതുണ്ട് അതിൻ്റെ സമ്മിറ്റിലേക്ക്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട്, ഹെഡ് ലൈറ്റ്. ഓക്കെ, ഇതും ആമസോണിൽ കിട്ടും. ഇത് ബ്ലൂ കറിൻ്റെ ആണ് നല്ലത്, കുറേ സമയം നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ ഹാറ്റ്. എൻ്റെ കയ്യിൽ 2 ഹാറ്റ് ഉണ്ട്. അതിലൊരു സിമ്പിൾ ഹാറ്റ് ഇതാണ്, ഒരു നാഷണൽ ജിയോഗ്രാഫിക്കിൻ്റെ ഒരു ചെറിയൊരു ഹാറ്റാണ്. കണ്ടില്ലേ, അങ്ങനെയുണ്ട്, കിട്ടില്ലേ ഒരു ഹാറ്റ്. പിന്നെ വേറെ ഒരു ഹാറ്റോടെ ഉണ്ട്, അത് നമുക്ക് സിമ്പിളായിട്ട് വെക്കാം. നല്ല വെയിലൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു ഹാറ്റ് ഇങ്ങനെ വെച്ചാൽ ഇതിൻ്റെ പുറകിലൊക്കെ നമുക്കിത് വെയിലൊക്കെ കണ്ടല്ലേ, ഇതൊക്കെ അങ്ങനത്തെ 2 ഹാറ്റുണ്ട്. ഓക്കെ, ഇത്രയും സാധനങ്ങളായില്ലേ.
പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലൗസ്. അവിടെ ഏറ്റവും മുകളിൽ 5, 6 തണുപ്പ്, അപ്പോൾ അന്നേരം ഗ്ലൗസ് വേണം. പിന്നെ നമുക്ക് ടെൻറ്റിൽ 2 ദിവസം കിടന്നുറങ്ങേണ്ടതാണ്. അപ്പോൾ നമുക്ക് പില്ലോ എയർ ഫില്ല് ചെയ്ത് നമുക്ക് പില്ലോ ആയിട്ട് ഉപയോഗിക്കാം. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. സൺസ്ക്രീം ഉണ്ട്. ഈ സൺസ്ക്രീം എന്ന് പറയുമ്പോൾ ഇതാണ് സൺസ്ക്രീം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിത് രാവിലെ സൺസ്ക്രീം അപ്ലൈ ചെയ്തിട്ട് വേണം പോകാൻ. നല്ല വെയിലൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ പകൽ നടക്കുമ്പോൾ നല്ല വെയിലുണ്ട്. പിന്നെ വേറൊരു ക്രീമുണ്ട്. പിന്നെ നമ്മുടെ വെറ്റ് ടിഷ്യൂസാണിത്. വെറ്റ് നമുക്ക് 25 എണ്ണത്തിൻ്റെ പറഞ്ഞ് എടുത്തിട്ടുണ്ട്. നമുക്ക് എപ്പോഴും അടുത്തതിന് ഉപയോഗിക്കാം. പിന്നെ ഇത് മുഴുവൻ മെഡിസിൻസ് ആണ്. മെഡിസിൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് എന്ന് വെച്ചാൽ മേളിൽ ചെല്ലുമ്പോൾ നമുക്ക് നല്ല തലവേദന വരാൻ ചാൻസ് ഉണ്ട്. തലവേദന വരാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ജലദോഷം, പനി, കാലുവേദന, മേലുവേദന ഒക്കെ, അതിനുള്ള വേദനകളുടെ മരുന്നുകൾ, ആൻറ്റിബയോട്ടിക്സ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. ആൻറ്റിബയോട്ടിക്സിന് ആവശ്യമില്ല. വേദന പെട്ടെന്ന് ക്വിക്കായിട്ട് മാറാൻ പറ്റുന്ന വേദനകൾ. പിന്നെ ഒരു ചെറിയൊരു ബാൻഡേഡ് ഉണ്ട്. പിന്നെ മൊസ്കിറ്റോനെ, കൊതുകിനെ ഓടിക്കുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത് മുഴുവൻ അങ്ങനത്തെ കുറേ ഐറ്റംസ് ആണിത്. നിങ്ങൾക്ക് ആർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ മരുന്നുകൾ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ഇത് സൂക്ഷിക്കുക, ഇതിൻ്റെ അകത്ത് കൊണ്ടുപോകുക. കാരണം ഇവിടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തിരിച്ചു വന്ന് നിൽക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്നായിട്ട് മാറാൻ പറ്റുന്ന എല്ലാ മെഡിസിൻസ് അതിലുണ്ട്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്കിത് കയ്യിലേക്ക് ഇങ്ങനെ ഇടാം. കയ്യിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഈ ചൂടിനൊക്കെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണിത്. ആമസോണിൽ കിട്ടും. ഈ ഐറ്റത്തിൻ്റെ ഇതിൽ കുറേ സാധനങ്ങൾ ആമസോണിലുണ്ട്. അതിൽ നല്ല റേറ്റിംഗ് ഉള്ള ഒരെണ്ണം മേടിച്ചതാണിത്. പിന്നെ നമ്മുടെ സോക്സ്, ഓരോ ദിവസവും ഇടാനുള്ള സോക്സ്. അതിൽ ഒരു സോക്സ് മാത്രം ഞാൻ ഇച്ചിരി ഊളൻ സോക്സ് മേടിച്ചിട്ടുണ്ട്. മേളിൽ ചെല്ലുമ്പോൾ തണുപ്പ് വന്നു കഴിഞ്ഞാൽ ഇടാൻ വേണ്ടിയിട്ട്. അത് പിന്നെ ഇന്നർ വെയറുകളുണ്ട്. പിന്നെ ഇത് ഒരു 3 സെറ്റുണ്ട്. ഇതിപ്പോൾ നമുക്ക് വേണ്ടത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടില്ല, ഇവിടെ ഇട്ട് എന്നിട്ട് ഹാറ്റ് വയ്ക്കാം. അത് തന്നെ നമുക്ക് വീണ്ടും കഴുത്തിന് ഉപയോഗിക്കാം, ഇവിടുത്തെ വെയിൽ ഇരിക്കാതിരിക്കാൻ. പിന്നെ നമുക്ക് ആവശ്യമെങ്കിൽ ഇപ്പോൾ വേറെ ഒരെണ്ണോടെ ഉണ്ട്. നമുക്ക് നെക്കൊക്കെ നല്ല ചൂടായിരിക്കുമല്ലോ, നമുക്ക് മുഖമൊക്കെ ഇതിങ്ങനെ ഇങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ, അങ്ങനത്തെ എടുത്ത്. പിന്നെ 2 സൺഗ്ലാസുകൾ എടുത്തിട്ടുണ്ട്. ഇത്ര ഐറ്റംസാണ് നമ്മുടെ ഡ്രസ്സും ഷൂസും കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ അടുത്ത മെയിൻ സെക്ഷനിലേക്ക് കിടക്കുകയാണ്. സാധാരണ ഒരു ട്രക്കിങ്ങിന് വരുന്നവർ ഇത്രയും സാധനങ്ങൾ മാത്രം മതി. ഇനിയിപ്പോൾ ട്രക്കിങ്ങിന് വരുന്നവർക്ക് കുറച്ച് വീഡിയോയും കുറച്ച് ഫോട്ടോയും കുറച്ച് അങ്ങനത്തെ കലാപരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനുണ്ട്. അതിലേക്കാണ് ഞാൻ പോകുന്നത്. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ രാത്രി ടെൻറ്റ് കിടക്കുമ്പോൾ 2 ദിവസം ടെൻറ്റിൽ കിടക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിത് ഇതേപോലത്തെ ഒരു ടെൻറ്റ് ലൈറ്റ്, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, ഉണ്ടല്ലേ, നമുക്കിങ്ങനെ തൂക്കിയിടാം. അടിപൊളിയല്ലേ, ഇങ്ങനെ തൂക്കിയിടാം. പിന്നെ ഇതിന് പല മോഡുണ്ട്. ഇത് ബാറ്ററി ഒരു 3-4 ദിവസത്തേക്കൊക്കെ നിൽക്കും. ആമസോണിൽ കിട്ടും. ഇതിൻ്റെ പേര് എന്തോ ഒരു പേര്, വായിക്കാനൊന്നും പറ്റത്തില്ല, ഭയങ്കര ഒരു പേര്. ആമസോണിലുണ്ട്. ഞാൻ റേറ്റിംഗ് ഒക്കെ നോക്കി മേടിച്ചതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്ക് ക്യാമറ. നിങ്ങൾ ക്യാമറക്കാരനൊക്കെ ആണെങ്കിൽ ക്യാമറയൊക്കെ ട്രക്കിങ്ങിന് വരുമ്പോഴത്തേനും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാരണം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ക്യാമറ. എൻ്റെ ഈ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് രണ്ട് ഒരു ആക്ഷൻ ക്യാം. ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് DJIയുടെ ആക്ഷൻ 5 Pro ആണ്. പിന്നെ വേറൊരു സോണിയുടെ ഒരു ചെറിയ ക്യാമറ, നമുക്ക് വളരെ ലോങ് ആയിട്ടുള്ളതൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു RX100 ആണത്. അടിപൊളി ഷോട്ടൊക്കെ എടുക്കും, നല്ല സൂം ചെയ്തൊക്കെ എടുക്കാൻ പറ്റുന്നൊരു ക്യാമറ. അതിൻ്റെ ബാറ്ററികളാണ് ഇത് മുഴുവൻ. ക്യാമറയുടെ ബാറ്ററി, അത് ചാർജ് ചെയ്യാനുള്ള, ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ബാറ്ററി ഇങ്ങനെ ഇട്ടിട്ട് ചാർജ് ചെയ്യാം. പിന്നെ ഇത് ആക്ഷൻ ക്യാമിൻ്റെ ചാർജ് ചെയ്യാനുള്ള കേസ്, പിന്നെ മൈക്കിൻ്റെ കേസ്, പിന്നെ ഒരു മെമ്മറി കാർഡ്, നമ്മൾ ഓരോ ദിവസം കഴിയുന്നത് മെമ്മറിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ചെറിയൊരു പൗച്ച്, ഇതിൻ്റെ അകത്ത് നമ്മുടെ ഈ മെമ്മറി കാർഡുകളൊക്കെ ഉള്ളത്. പിന്നെ ആങ്കറിൻ്റെ ഒരു പവർ ബാങ്ക്,
ഇതാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് സാധനം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 ദിവസത്തേക്കുള്ള പവർ ഇതിനകത്ത് വേണം. ഈ 2 ബാറ്ററികൾ, ഒരു മൊബൈല്, 2 ഫോണ്, പിന്നെ ഒരു ഡ്രോൺ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിൻ്റെയൊക്കെ ബാറ്ററി ഇതിൽ നിന്നാണ് പോകേണ്ടത്. ഒരു ചെറിയ പവർ ബാങ്കും കൂടെ ഉണ്ട്. ഇത് പണ്ട് ഞാനൊരു ഗോപ്രോയുടെ ഒരു പവർ ബാങ്കാണ്, നല്ല പവർ ബാങ്കാണ്. ഇങ്ങനെ കളിച്ചാൽ 1-2 ദിവസം കിട്ടും. ഈ ആക്ഷൻ ക്യാം വലിയൊന്നും ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ഗോപ്രോയുടെ ഒരു പവർ ബാങ്ക്. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് എൻ്റെ ഡ്രോണാണ്. ഡ്രോൺ DJI ഫ്ലിപ്പ് അതിൻ്റെ ഒരു കൺസോള്. പിന്നെ ചാർജിങ് കേബിളുകളാണിത് ഇത്ര. പിന്നെ വാച്ച്. പിന്നെ ഉള്ളത് നമ്മുടെ ഒരു മാക്ബുക്ക് പ്രോ ആണ്. അത് എന്തായാലും ഇവിടുന്ന് ഞാൻ കൊണ്ടുപോകുന്നില്ല. ഇത്ര ഐറ്റംസാണ് ഞാൻ നാളെ കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ബാഗ്, ഇതാണ് ഓസ്പ്രേ ഒരു നല്ല ബാഗാണ് കേട്ടോ. ഓസ്പ്രയുടെ തന്നെ പല മോഡലുകളുണ്ട്. നമുക്ക് ട്രക്കിങ്ങിനും ഒക്കെ പറ്റുന്ന ഒരു നല്ല ബാഗാണ്. ഇതൊക്കെയാണ് സാധനങ്ങൾ. ബാഗ്, ഷൂസ്, ജാക്കറ്റുകൾ, ഡ്രസ്സ്, പിന്നെ നമ്മുടെ പാൻറ്റ്, ലൈറ്റ്, 2 ഹാറ്റ്, നമ്മുടെ എന്താണ് ഗ്ലൗസ്, പില്ലോ, മെഡിക്കൽ കിറ്റ്, ഗ്ലാസ്, നമ്മുടെ സൺഗ്ലാസുകൾ. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയി. ഇതുണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് നമ്മുടെ ഗോപ്രോ അല്ല, നമ്മുടെ ഈ ആക്ഷൻ ക്യാം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നടക്കാം, അതിങ്ങനെ ഷൂട്ട് ചെയ്യാം. പിന്നെ ഇതൊക്കെയാണ് ഫോണ്. ഇതൊക്കെ ഇത് കണ്ടില്ലേ, ഇത്രയും ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ബാഗിലേക്ക് ഒന്ന് പാക്ക് ചെയ്യണം. ഓക്കെ. ഇനിയുള്ള വീഡിയോകളെല്ലാം മൗണ്ട് റിഞ്ചാനിയുടെ മനോഹരമായ വീഡിയോകളായിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലൊക്കെ ഒന്ന്, മറ്റ് വീഡിയോകളൊക്കെ ഒന്ന് കയറി നോക്കുക. മറ്റ് വീഡിയോകളൊക്കെ നോക്കുക. ഞാനിനി എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഒക്കെ പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ട്രക്കിങ്ങിൻ്റെ യാത്രയിൽ ഞാനതൊക്കെ പറഞ്ഞു പോവാം. അപ്പം ഇതൊക്കെയാണ്. ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ അതിരാവിലെ 6:30 എല്ലാവരും അവിടെ എത്തണം. നമ്മൾ ഒരുമിച്ച് ഒരു ഗ്രൂപ്പ്, 3 ഗ്രൂപ്പുകളാണ് പോകുന്നത്. അതിലൊരു ഗ്രൂപ്പിൽ ഞാൻ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഞങ്ങൾ 6:30 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇനി വരുന്ന വിശേഷങ്ങളൊക്കെ നമുക്ക് അതിലൂടെ സംസാരിക്കാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൊക്കെ എഴുതുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ അമർത്തുക. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ബൈ.